ഇന്ന് ഏത് പത്രം നോക്കിയാലും ദിവസം കാണുന്ന വാർത്തയാണ് പട്ടിയുടെ കടിയേറ്റ് പരിക്കേറ്റവരെ കുറിച്ചുള്ളത്. മാത്രമല്ല, തെരുവു നായ്ക്കൾ കേരളത്തിലെ വലിയൊരു സാമൂഹ്യ പ്രശ്നമായി കൂടി മാറിയിട്ടുണ്ട്. നായയുടെ കടിയേൽക്കുന്നത് മൂലമുണ്ടാകുന്ന ഭവിഷ്യത്ത് പേവിഷബാധയാണ്. നായയുടെ ഉമിനീരിലൂടെ മനുഷ്യ ശരീരത്തിലെത്തുന്ന വൈറസ് മരണത്തിന് കാരണമാകുന്നു. പേവിഷബാധയേറ്റു കഴിഞ്ഞാൽ അതിൽ നിന്ന് മുക്തി നേടാനുള്ള മരുന്നുകളില്ല, മരണമാണ് ഫലം. എന്നാൽ ഈ രോഗത്തെ കൃത്യമായി നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും, കൃത്യമായ ചികിത്സയിലൂടെ. നായ കടിച്ചാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകളും ആശുപത്രിയിലെ ചികിത്സയും എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. വീട്ടിൽ വളർത്തുന്ന നായയാണെങ്കിലും തെരുവു നായയാണെങ്കിലും കടിയേറ്റാൽ ആദ്യം ചെയ്യേണ്ടത് കടിയേറ്റ ഭാഗം നന്നായി കഴുകി വൃത്തിയാക്കുക എന്നതാണ്. ഒഴുകുന്ന വെള്ളത്തിൽ 15 മിനിറ്റോളം കഴുകണം. സോപ്പ് ഉപയോഗിച്ച് വേണം നമുക്ക് മുറിവ് കഴുകാൻ. ആന്റി ബാക്ടീരിയൽ സോപ്പ് തന്നെ വേണമെന്നില്ല, കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പാണെങ്കിലും മതി. മുറിവ് എന്ന് പറയുമ്പോൾ അത് ആഴത്തിൽ തന്നെ ആകണമെന്നുമില്ല, ചെറുതായി മാന്തിയതാണെങ്കിലും കഴുകണം. മുറിവ് നന്നായി കഴുകുന്നത് അണുക്കളെ പുറത്ത് കളയാനായിട്ട് സഹായിക്കും. റാബ്ഡോ ഇനത്തിൽപ്പെട്ട വൈറസ് ആണ് പേവിഷബാധയ്ക്ക് കാരണം. ഈ വൈറസിനെ പൊതിഞ്ഞ് ഒരു കൊഴുപ്പ് പാളിയുണ്ട്. സോപ്പ്, ഫീനോൾ, അയഡിൻ എന്നിവയ്ക്കെല്ലാം ഈ പാളിയെ തകർക്കാനുള്ള ഒരു ശേഷിയുണ്ട്. അങ്ങനെ വൈറസും നശിക്കും. സോപ്പ് ഉപയോഗിച്ച് കഴുകണമെന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ്. മുറിവിനുള്ളിലേക്ക് ആഴത്തിൽ വൈറസ് കടന്നിട്ടുണ്ടെങ്കിൽ അത് കഴുകി കളയാൻ പ്രയാസമാണ്. മുറിവ് വൃത്തിയാക്കി കഴിഞ്ഞാൽ കടിയേറ്റ വ്യക്തിയെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കണം. ചെറിയ മുറിവാണെങ്കിൽ പോലും നിർബന്ധമായും വൈദ്യസഹായം തേടണം. മുറിവ് വൃത്തിയാക്കുന്നത് ഒരിക്കലും വാക്സിനേഷൻ എടുക്കുന്നതിന് പകരമാവില്ല. ഈ കടിയേറ്റ ബാഗും ബാൻഡേജ് പോലുള്ളവ കൊണ്ട് കെട്ടിവെക്കണമെന്നൊന്നുമില്ല. മുറിവ് തുറന്ന രീതിയിൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കുക. മുറിവിൽ നിന്നുള്ള രക്തസ്രാവം 5 മിനിറ്റ് കൊണ്ട് തന്നെ നിലയ്ക്കും. എന്നാൽ ചിലരിൽ രക്തസ്രാവം കൂടുതൽ നേരം നിലനിൽക്കാറുണ്ട്. ഇത്തരക്കാരുടെ മുറിവിൽ നല്ല വൃത്തിയുള്ള തുണിയോ മറ്റോ കൊണ്ട് നമ്മൾ അമർത്തി പിടിക്കുക. പേവിഷബാധയെ തടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വാക്സിനേഷൻ. നായ കടിച്ചാലുള്ള ചികിത്സ സംബന്ധിച്ച് ലോകാരോഗ്യ സംഘടന തന്നെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് 3 കാറ്റഗറികളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ കാറ്റഗറി 1 എന്ന് പറയുന്നത് ഭ്രാന്ത് സംശയിക്കുന്ന അല്ലെങ്കിൽ സംശയിക്കാത്ത നായ മുറിവ് പറ്റാത്ത രീതിയിൽ തൊടുകയോ നക്കുകയോ ചെയ്താൽ പ്രശ്നമില്ല, അതിൽ വാക്സിനേഷന്റെ ആവശ്യമില്ല. ഇതാണ് കാറ്റഗറി 1. ഈ കാറ്റഗറി 2 എന്ന് പറയുന്നത് നായ തൊലിപ്പുറത്ത് മാന്തുക, രക്തസ്രാവം വരാത്ത തരത്തിൽ കടിക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ നമ്മൾ നിർബന്ധമായും വൈദ്യസഹായം തേടണം. അന്നേരങ്ങളിൽ നമ്മൾ വാക്സിനേഷൻ എടുക്കണം. ഇതാണ് കാറ്റഗറി 2 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തിരിച്ചിരിക്കുന്ന കാറ്റഗറി 2. ഈ കാറ്റഗറി 3 എന്ന് പറയുന്നത് ത്വക്ക് തുളഞ്ഞു കയറുന്ന തരത്തിലുള്ള തീവ്രതയേറിയ ഒരു കടി അല്ലെങ്കിൽ മാന്തല്, പ്രത്യേകിച്ച് തലച്ചോറിനോട് ചേർന്നുള്ള മുഖം പോലുള്ള ഭാഗങ്ങളിൽ. ഇങ്ങനെ തൊലി പോയെടുത്ത് നക്കുക തുടങ്ങിയ സന്ദർഭങ്ങളിൽ എത്രയും പെട്ടെന്ന് പ്രതിരോധ കുത്തിവയ്പ് എടുക്കണം. പുറമെ ആന്റി റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിനും നമ്മൾ നൽകണം. ഈ തെരുവുനായാണെങ്കിൽ അതിന് പേ ഉണ്ടായാലും ഇല്ലെങ്കിലും മുഴുവൻ ഡോസ് കുത്തിവയ്പ് നമ്മൾ എടുക്കണം. വീട്ടിലെ നായയോ തെരുവു നായയോ ആണെങ്കിലും എത്രയും പെട്ടെന്ന് വാക്സിനേഷൻ എടുക്കാനാണ് ഇപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. എല്ലാ പ്രായക്കാർക്കും കുത്തിവയ്പ്പിന്റെ ഡോസ് ഒന്നാണ്. ഗർഭിണിയാണെങ്കിലും കുത്തിവയ്പ് എടുക്കാൻ ഉപേക്ഷ നമ്മൾ കാണിക്കാൻ പാടില്ല. ഈ കുത്തിവയ്പ് ഗർഭസ്ഥ ശിശുവിനെ ദോഷകരമായി ഒരിക്കലും ബാധിക്കില്ല. കുത്തിവയ്പ് എടുക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിലും നിയന്ത്രണമില്ല. കുട്ടികൾക്ക് പലപ്പോഴും മുഖത്തൊക്കെയാണ് കടിയേൽക്കുക. അത് തലച്ചോറിന്റെ അടുത്തുള്ള സ്ഥലമായതിനാൽ തന്നെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധ വരുത്തണം. പനി, മുറിവ്, ഉണങ്ങാതിരിക്കുക എന്നീ അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറുടെ സഹായം തേടണം. ഈ വീട്ടിലെ നായയെ പരിപാലിക്കുമ്പോൾ നല്ല ശ്രദ്ധ നമുക്ക് വേണം. നായയ്ക്ക് കൃത്യമായി പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കണം. വീട്ടിലെ കുട്ടികളെ നായയുടെ അടുത്ത് ഇടപഴകാൻ നമ്മൾ അനുവദിക്കരുത്. ഇനി ഈ കുത്തിവയ്പ്പ് എങ്ങനെയാണ് അതിന്റെ റെജിമൻ എന്ന് നോക്കാം. അതായത് നിശ്ചിത ഇടവേളകളിൽ കുത്തിവയ്പ്പ് എടുക്കുന്നതാണ് റാബീസിനെതിരെ പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നത്. പണ്ട് നമ്മൾ പൊക്കിളിന് ചുറ്റുമുള്ള വേദനയേറിയ കുത്തിവയ്പ്പാണ് നൽകിയിരുന്നത്. എന്നാൽ ഇന്ന് അതില്ല. കൈമുട്ടിന് മുകളിൽ പേശിയിലാണ് കുത്തിവയ്പ്പ് എടുക്കുന്നത്, അതായത് ഇൻട്രാമസ്കുലർ എന്ന് പറയും. 0 എന്ന് പറയുന്നത് കടിച്ച ദിവസം കൊടുക്കുന്ന കുത്തിവയ്പ്പ്. പിന്നെ നമ്മൾ എടുക്കുന്നത് 3, 7, 14, 28 എന്നീ ദിവസങ്ങളിലായിട്ടാണ് എടുക്കുന്നത്. പേശികളിൽ എടുക്കുന്നതിന് പകരം തൊലിപ്പുറത്ത് എടുക്കുന്ന IDRV, അതായത് ഇൻട്രാഡെർമൽ റാബീസ് വാക്സിനേഷൻ ആണെങ്കിലും നമ്മൾ 0, 3, 7, 28 അതിൽ 14 എന്നുള്ള ഡേയില്ല
0, 3, 7, 28 എന്നീ ദിവസങ്ങളാണ് എടുക്കുന്നത്. പിന്നെ 90-ാം ദിവസം നമ്മൾ ബൂസ്റ്റർ ഡോസും എടുക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.